ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് വിഷുവാണ്. വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ പോയതാട്ടാ. എവിടേക്കാ? ഗുരുവായൂർ അമ്പലം കേട്ടോ. ഗുരുവായൂർ വന്നാൽ അമ്മൂന് പുതിയൊരു പൂ വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഈ പൂക്കളുടെ കാര്യം പറയുമ്പോൾ അമ്മ മുല്ലപ്പൂവൊന്നും അല്ല കേട്ടോ വാങ്ങിക്കാറ്, ഈ ചെമ്പകപ്പൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതന്നെ ഞങ്ങൾ വാങ്ങിക്കാറ്, ഞങ്ങളല്ല അവള് വാങ്ങിക്കാറ്. അങ്ങനെ കെട്ടിക്കൊടുക്കണം. ഞാൻ അമ്മനോട് ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോഴാട്ടെ ഇങ്ങനെ കാണിച്ചത്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഞാനപ്പോ അഭിനയിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ നോക്കിയേ, അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് കഥയും പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. അമ്മൂനാണെങ്കിൽ പൂട്ടോണ്ട് എന്തോ സിൽക്ക് സീമതിയാന്ന വിചാരം. ഗൈസ്, നിങ്ങൾക്ക് അറിയോ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു മരം. ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തിയിട്ട് അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ടോ എന്നൊക്കെ ഇതിന് കമന്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള അമ്മയുടെ അമ്മൂന്റെയും പ്രഹസനങ്ങളാട്ടെ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അന്നദാനം കഴിക്കാണ്ട് പോണത് അത് ശരിയല്ലല്ലോ. ഈ ഒരു കുഞ്ഞേ കൃഷ്ണന്റെ ഒരു വിഗ്രഹം കണ്ടോ? ഇതിന്റെ രസാല കാണാൻ വേണ്ടി. അത് ഒരു സ്ഥലത്ത് മാത്രല്ല കേട്ടാ, 2-3 ഈ ഭണ്ഡാരങ്ങളില്ലേ, ഭണ്ഡാരങ്ങള്, ആ ഭണ്ഡാരങ്ങളുടെ ഫ്രണ്ടിലാട്ടാ ഈ ഒരു കുഞ്ഞേ കൃഷ്ണൻ ഈ തുളസിമാല കിട്ടിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അത് മാത്രല്ല കേട്ടോ, അവിടെ കല്യാണം ഉണ്ട്. പിന്നെ ഈ കപ്പിലുള്ളത് എന്താന്ന് ചോദിച്ചാലേ, ഈ കപ്പിലുള്ളത് കോൾഡ് കോഫി ആട്ടെ. കോൾഡ് കോഫി പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുടിപ്പിച്ചുട്ടോ ഫസ്റ്റ്. പിന്നെ അവൾ എന്നെ എടുത്ത് കുടിച്ചു. സാധനം കൊള്ളാം, പക്ഷെ ഇവളുടെ ഈ ഒരു കാട്ടിക്കൂട്ടലില്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാ. അപ്പോ ഈ ഒരു അന്നദാനത്തിന് ഒരു ലോഡ് ആൾക്കാരാട്ടാ കഴിക്കാൻ വേണ്ടി വരണത്. നിങ്ങൾക്ക് കാണണോ? അത് കണ്ട എന്തൊരു തിരക്ക നോക്കിയേ. ആ ഏറ്റവും തൊട്ട് ഈ ഏറ്റവും വരെ ഉണ്ട്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇതിന്റെ മേലെ വരെ എത്തിയിട്ടാ. ഞങ്ങൾ ഇത്തിരി കൂടി ഫ്രണ്ടിലാ. അങ്ങനെ അത്രയും നേരത്തെ ക്യൂവിനൊടുവിൽ ഞങ്ങൾ അങ്ങനെ ഒരു കവാടം തുറന്നത് ഫുഡ് കഴിക്കണ ഹാളിലേക്ക് കയറാട്ടാ. അപ്പൊ അതിന് മുന്നേ നമ്മൾ കൈയൊക്കെ കഴിയിട്ട് വേണം കയറാൻ. ഇത്രയും ക്യൂ നിന്നിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നായിരിക്കും എന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. അങ്ങനെ നടന്നേ നമ്മള് ഹോൾ എത്തിയിട്ടാ. ഇതാണ് ആ ഒരു ഫുഡ് കഴിക്കണ ഹോൾ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇലയുടെ ഫ്രണ്ടിൽ ഇരുന്നുട്ടാ. അപ്പോ അതിൽ ഓൾറെഡി കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി ഇരുന്ന് തിന്നാട്ടോ. ചോറ് വരാൻ ലേറ്റ് ആയ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ തിന്ന് തീർത്തു. പിന്നെന്താ, ഞാൻ ഒരു ദയാലു ആയ കാരണം എന്റെ കടെടുത്തിട്ടാ അമ്മ ഫുഡ് കഴിച്ചു. അങ്ങനെ ചോറ് ഞങ്ങളുടെ മൂന്നുപേരും ഫ്രണ്ടിൽ എത്തിയിട്ടാ. പിന്നെ അത് കഴിക്കാൻ തുടങ്ങി. അമ്മയുടെ വാഴല്ല ലൈറ്റ് വെയിറ്റ് ആയ കാരണമാണോന്ന് അറിയില്ല, ആ വാഴല്ല മൊത്തം കീറിയിച്ചൂട്ടാ. പിന്നെ ഇവളാണെങ്കിൽ എന്റെ ഓരോന്ന് എടുക്കാട്ടെ ഇടക്കിടക്ക്. അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിച്ച് ഇറങ്ങിയിട്ട് അങ്ങനെ അമ്പലത്തിലുള്ള ഒരു സംഭവം ഇത്. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.